3,50,000 രൂപയുടെ പ്രോഫിറ്റാണ് ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷനിലൂടെ ഞാൻ ലാസ്റ്റ് മന്ത് ഏൺ ചെയ്തത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഇതേ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് പൈസ ഏൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഗ്രോ ചെയ്യാമെന്നും എങ്ങനെ അതിലൂടെ പൈസ ഏൺ ചെയ്യാമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ എന്ന് നോക്കാം. ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ പല വിധമുണ്ട്. അതിൽ കമൻറ്റ് ഓട്ടോമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് തുടങ്ങുകയാണ് വിത്ത് എ ഗുഡ് നെയിം, യൂസർ നെയിം, ബയോ ആൻഡ് എ പ്രൊഫൈൽ പിക്. ആ ഒരു അക്കൗണ്ടിൽ നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഫോണാണ് നിങ്ങൾ ആ ഒരു വീഡിയോയിലൂടെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ വിചാരിക്കുക. ഈ ഒരു ഫോണിൻ്റെ പർച്ചേസ് ലിങ്ക് വേണ്ടവർ ജസ്റ്റ് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തു എന്ന് നിങ്ങളുടെ ഓഡിയൻസിനോട് നിങ്ങൾ പറഞ്ഞു. സോ നിങ്ങളുടെ ഓഡിയൻസ്, അതും ഈ ഒരു ഫോൺ വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് എന്ത് ചെയ്യും? നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യും. 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫോണിൻ്റെ പർച്ചേസ് ലിങ്ക് അവരുടെ DM-ലേക്ക് പോകും. ഇതാണ് കമൻറ്റ് ഓട്ടോമേഷൻ. കമൻറ്റ് ഓട്ടോമേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തും പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനാദ്യം നിങ്ങൾക്ക് നല്ല ഓഡിയൻസ് വേണം. നല്ല ഓഡിയൻസ് വേണമെങ്കിൽ നിങ്ങൾ നല്ല വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻസ് അപ്ലോഡ് ചെയ്യണം. എങ്ങനെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻസ് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ഓഡിയൻസിനെ ഗ്രോ ചെയ്യാമെന്ന് നോക്കാം. കണ്ടൻറ്റ് ഫൈൻഡ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഞാൻ യൂസ് ചെയ്ത 4 എണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ നമ്പർ 1, ഫൈൻഡ് യുവർ ഓൺ കണ്ടൻറ്റ്. സിമ്പിളാണ്, എന്നാൽ അത്ര ഈസി അല്ല, അത്ര ഹാർഡും അല്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കണ്ടൻറ്റ് ഫൈൻഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഒരു നോളജ് ഉണ്ട്, അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടൻറ്റ് ആക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സ്റ്റോറീസ് ആൻഡ് എക്സ്പീരിയൻസ് ഒക്കെ കണ്ടൻറ്റായി ഷെയർ ചെയ്യുക. ദെൻ നിങ്ങളുടെ ഒരു ഡേ റെക്കോർഡ് ചെയ്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടൻറ്റ് എല്ലാം നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ കണ്ടൻറ്റൊക്കെ നിങ്ങളുടെ ഓഡിയൻസിനെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസ് പെട്ടെന്ന് ഗ്രോ ആവുന്നതും കാണാൻ പറ്റും. നമ്പർ 2, യൂസ് AI ഫോർ കണ്ടൻറ് റിസർച്ച്. നിങ്ങൾക്കൊരു ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷേ അതിനെപ്പറ്റി പ്രോപ്പർ നോളജ് ഇല്ല. ഇങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ChatGPT പോലുള്ള AI ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി പഠിച്ച് കണ്ടൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ChatGPT-നോട് കണ്ടൻറ് ഐഡിയാസ് ചോദിച്ചുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി പഠിച്ച് അതും നിങ്ങൾക്ക് കണ്ടൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ AI യൂസ് ചെയ്തിട്ട് കണ്ടൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ലാക്സ് ഓഫ് വ്യൂസ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്, വേറെ ഒന്നുമല്ല, കോപ്പി ഫ്രം അതർ ക്രിയേറ്റേഴ്സ്. വളരെ സിമ്പിളാണ്. വേറെ ക്രിയേറ്റേഴ്സിൻ്റെ കണ്ടൻറ്റ് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റൈലിൽ റീക്രിയേറ്റ് ചെയ്യുക. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡും കൂടിയാണ്. ബിക്കോസ് ഒരു ട്രെൻഡിങ് കണ്ടൻറ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു കണ്ടൻറ്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്റ്റൈലിൽ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ടാക്കാനും ആൻഡ് ആ റീച്ചിലൂടെ നല്ലൊരു ഓഡിയൻസ് ബിൽഡ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നാലാമത്തേത് ഒരു കണ്ടൻറ് ഫൈൻഡിങ് മെത്തേഡൊന്നുമല്ല, പക്ഷെ നിങ്ങളെ തീർച്ചയായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ദ ഫോർത്ത് വൺ, ട്രൈ ടു ഗെറ്റ് മോർ ഇൻട്രാക്ഷൻസ്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഓഡിയൻസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാൻസ് ഉള്ള വീഡിയോ ആയിരിക്കണം. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൽഗോരിതം പ്രകാരം കൂടുതൽ ഷെയർസും കൂടുതൽ കമൻറ്റും കൂടുതൽ ലൈക്കും കിട്ടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ അവർ റീച്ചാക്കി കൊടുക്കും. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഓഡിയൻസും ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ 4 മെത്തേഡ്സ് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടൻറ്റ് ഫൈൻഡ് ചെയ്യാനും അതിലൂടെ പെട്ടെന്ന് ഓഡിയൻസ് ബിൽഡ് ചെയ്യാനും പറ്റുന്നതാണ്. എങ്കിലും ഓഡിയൻസ് ബിൽഡ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി ഓഡിയൻസ് ബിൽഡ് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, എന്നാൽ അത്ര ഹാർഡായിട്ടുള്ളൊരു കാര്യമല്ല. എന്തൊക്കെയാണ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഓഡിയൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് നോക്കാം. അതിൽ നമ്പർ 1, എഡ്യൂക്കേറ്റ് ആൻഡ് വാല്യൂ യുവർ ഓഡിയൻസ്. നിങ്ങളുടെ കണ്ടൻറ്റ് എന്തും ആയിക്കോട്ടെ, അത് കാണുന്ന ഓഡിയൻസിന് ഏതെങ്കിലും രീതിയിൽ അത് ഉപകാരപ്പെടണം. ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങളൊരു ഫ്രീ പ്രൊഡക്റ്റോ സർവീസ് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നൊരു കണ്ടൻറ്റ് ആവാം. ഇതൊക്കെ നിങ്ങളുടെ ഓഡിയൻസിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിക്കുള്ള കണ്ടൻസ് ആണ്. നിങ്ങൾ കൂടുതൽ ഇതുപോലത്തെ കണ്ടൻസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്പർ 2, ഡിമാൻഡ് ടു ഫോളോ. സിമ്പിളാണ്. നിങ്ങളുടെ വീഡിയോ കാണുന്ന ഓഡിയൻസിനോട് നിങ്ങൾ പറയാം, ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തോ എന്ന് ഡിമാൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ പറയാം. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഓട്ടോമേഷനിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ കണ്ടൻറ്റ് ഫൈൻഡ് ചെയ്യാം, എങ്ങനെ അതിലൂടെ ഓഡിയൻസ് ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസിന് എങ്ങനെ കമൻറ്റ് ഓട്ടോമേഷൻ കൊടുക്കാൻ നോക്കാം. കമൻറ്റ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ബിസിനസ് 360, ManyChat, Zocha, ഇൻസ്റ്റൻറ്റ് DM ഒക്കെ ആണ്. ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നത് ബിസിനസ് 360 എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോമേഷൻ ടൂളാണ്. ഇതൊരു പെയ്ഡ് ഓട്ടോമേഷൻ ടൂളാണ്. നിങ്ങൾക്ക് മാസം ഒരു 2,000 രൂപ
ഒക്കെ മാറ്റി വെക്കാനുണ്ടാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് 360 ട്രൈ ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ല, നിങ്ങൾക്ക് പെർ മന്ത് പേ ചെയ്യാൻ പൈസയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 മാസം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോച്ച. സോച്ച വെച്ചിട്ട് എങ്ങനെ കമൻറ്റ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇതാണ് സോർച്ചേൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. വളരെ ഈസിയാണ് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏത് മെയിൽ ഐ ഡി വെച്ചിട്ടാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ എൻ്റെ മെയിൽ ഐ ഡി വന്നിട്ടുണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഗോ ടു ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് ഇത് പോകും. ശേഷം കുറച്ച് പെർമിഷൻസ് അലോ ചെയ്യാൻ പറയും. ജസ്റ്റ് അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക, എങ്കിലേ നമ്മളുടെ അക്കൗണ്ടിൽ ഓട്ടോമേഷൻ വർക്ക് ആവുള്ളൂ. സോ ഞാനിവിടെ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് ഒന്ന് കൊടുക്കാം ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. ഇതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ ഓട്ടോമേഷൻ കണക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ റീലിന് ഓട്ടോമേഷൻ കൊടുത്തിട്ടില്ല. എങ്ങനെ നമ്മളുടെ റീലിന് ഓട്ടോമേഷൻ കണക്റ്റ് ആക്കാം എന്ന് നോക്കാം. നിങ്ങളിപ്പോൾ സോർച്ച നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ സോർച്ചയിൽ കമൻറ്റ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളാണ്. ഇവിടെ ക്രിയേറ്റ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഇൻസ്റ്റൻറ്റ് DM ഫ്രം കമൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പുതിയൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ലോഡായി വരും. ഇവിടെയാണ് പരിപാടി മൊത്തം കിടക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് എ പോസ്റ്റ് ഓർ റീൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് ഏത് റീലിനാണോ അല്ലെങ്കിൽ ഏത് പോസ്റ്റിനാണോ ഓട്ടോമേഷൻ കൊടുക്കേണ്ടത് ആ ഒരു റീൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട സ്ഥലമാണിത്. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോ മോർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ റീൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഏത് റീലിനാണ് ഓട്ടോമേഷൻ കൊടുക്കേണ്ടത് ആ ഒരു റീൽ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു റീൽ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരു GPS-ൻ്റെ റീലാണ്. ആൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ സെറ്റപ്പ് എ കീവേഡ്. സോ ഇവിടെയാണ് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ എന്താണോ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് അത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട സ്ഥലം. ഫോർ എക്സാമ്പിൾ അതൊരു GPS-ൻ്റെ റീലാണ്. ആ ഒരു റീലിൽ ഞാൻ പറയുന്ന കീവേഡ് GPS തന്നെയാണ്. ലൈക്ക് ഈ ഒരു GPS നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് GPS എന്ന് കമൻറ്റ് ചെയ്തോ എന്നാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഞാനിവിടെ കീവേഡായിട്ട് GPS എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആൻഡ് മൂന്നാമത്തെ ഓപ്ഷൻ സെൻഡ് എ DM എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെയാണ് നിങ്ങളുടെ കമൻ്റ് ഇട്ട ഓഡിയൻസിന് എന്താണോ പോകേണ്ടത് അത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട സ്ഥലം. സോ ജസ്റ്റ് ഇവിടെ എൻ്റർ യുവർ മെസ്സേജ് എന്നുണ്ട്. ജസ്റ്റ് അവിടെ എന്ത് ചെയ്യാം, GPS ലിങ്ക് ഹിയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. സോ ഞാനിവിടെ GPS ലിങ്ക് ഹിയർ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ലിങ്ക് എന്ന് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റർ ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാൻ GPS എന്നാണ് കൊടുക്കുന്നത്. ലിങ്കിൻ്റെ സ്ഥാനത്ത് എൻ്റെ പ്രൊഡക്റ്റ് ലിങ്കാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ആഡ് മെസ്സേജ് ഒന്ന് കൊടുക്കുക. സോ എൻ്റെ ഓട്ടോമേഷൻ മെസ്സേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഡ്രോപ്പ് ആൻഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DM-ൽ ഇമേജസും സെൻഡ് ചെയ്യാൻ പറ്റും. സോ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ പബ്ലിക് ടു കമൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് കമൻറ്റ് ചെയ്യുന്നതിന് ഈ സോർച്ച റിപ്ലൈ കൊടുത്തോളും. ഓക്കെ, ആൻഡ് എല്ലാം സെറ്റാക്കിയതിൻ്റെ ശേഷം ഗോ ലൈവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓട്ടോമേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. സോ ഇങ്ങനെയാണ് കമൻറ്റ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഓട്ടോമേഷനിലൂടെ നിങ്ങൾക്ക് എന്തും പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ റൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഓട്ടോമേഷനായി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് സെല് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സും ഈ ഒരു ഓട്ടോമേഷനിലൂടെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബിസിനസ് നിങ്ങൾ റൺ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പൈസ ഏൺ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഏർണിങ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തൊക്കെയാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുതരാം. ഇ ബുക്ക്, ഓൺലൈൻ കോഴ്സസ്, വെബ്സൈറ്റ് തീംസ് ഓർ ടെംപ്ലേറ്റ്സ്, ഓഡിയോ ഫയൽസ്, എഡിറ്റിംഗ് അസറ്റ്സ്, ഇതൊക്കെ ഡിജിറ്റൽ പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഈ ഡിജിറ്റൽ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വൺ ടൈം പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടോ മേടിച്ച് അൺലിമിറ്റഡായി സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റിയ 400 ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഞാനൊരു ബണ്ടിലാക്കി എൻ്റെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ
അവർക്ക് അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് വൺ ടൈം പേയ്മെൻറ്റ് കൊടുത്ത് അൺലിമിറ്റഡ് സെല്ല് ചെയ്യാം. സോ നിങ്ങൾ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റൊക്കെ സെറ്റാക്കി ഇനി അത് കമൻറ്റ് ഓട്ടോമേഷനിലൂടെ സെല്ല് ചെയ്യാൻ നിങ്ങൾക്കൊരു ഡിജിറ്റൽ സ്റ്റോർ വേണം. നിങ്ങൾക്ക് ഡിജിറ്റൽ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, ലൈക്ക് ഷോപ്പിഫൈ, സൂപ്പർ പ്രൊഫൈൽ, സുജി മിനിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഷോപ്പിഫൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം ഒരു 2000 രൂപ ഒക്കെ മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഷോപ്പിഫൈ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇനി നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും മാറ്റി വെക്കാനില്ലെങ്കിൽ, പെർ മന്ത് നിങ്ങൾക്ക് പൈസ ഒന്നും മാറ്റി വെക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ പ്രൊഫൈലോ അല്ലെങ്കിൽ സുജി മിനിസോ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് സൂപ്പർ പ്രൊഫൈലാണ്. സോ സൂപ്പർ പ്രൊഫൈലിൻ്റെ അകത്ത് എങ്ങനെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആഡ് ആക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. സോ ഇതാണ് സൂപ്പർ പ്രൊഫൈലിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ക്രിയേറ്റ് പേയ്മെൻറ്റ് പേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലോട്ട് കൊണ്ടുപോകും. ഇവിടെ നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഷനിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സോ ഒരു പുതിയ പേജ് കാണാൻ പറ്റും. ഇവിടെയാണ് പരിപാടി മൊത്തം കിടക്കുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈസിങ്, കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു പേജിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പേജ് ടൈറ്റിൽ എന്ന് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ ഒരു ഇ ബുക്ക് എന്നുള്ള ടൈറ്റിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ അതിൻ്റെ പേര് നിങ്ങൾക്ക് ടൈറ്റിലായിക്കൊണ്ട് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ടൈറ്റിലായി കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ഇ ബുക്ക് എന്ന് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു കവർ പിക്ക് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. സോ നിങ്ങൾക്ക് ഒരു കവർ പിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ നിങ്ങളുടെ ഒരു കവർ പിക്ക് സെറ്റാക്കിയിട്ട് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ എൻ്റെ തന്നെ ഒരു പിക്കാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് എക്സാമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ അതിൻ്റെ കവർ പിക്ക് കൊടുക്കാം. ആൻഡ് മൂന്നാമത്തെ ഓപ്ഷൻ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഇ ബുക്ക് തന്നെ കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് എക്സാമ്പിളാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഒരു ബട്ടൺ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗെറ്റ് ഇറ്റ് നൗ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ. അവിടെ നമുക്ക് എന്തും കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ബൈ നൗ എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അതല്ലെങ്കിൽ ജോയിൻ നൗ എന്ന് കൊടുക്കാം. സോ നിങ്ങൾക്ക് എന്താണോ അവിടെ കൊടുക്കേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് എൻ്റർ ചെയ്യുക. ആൻഡ് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ വേറെയും കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. എല്ലാം സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പുതിയൊരു പേജ് ലോഡായി വരും. ഇവിടെയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്, പ്രൈസിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റത്തെ ഓപ്ഷനിലാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സ്ഥലം. സോ ഞാൻ അവിടെ ഒരു പിക്ചറാണ് എൻ്റെ പ്രൊഡക്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എൻ്റെ തന്നെ പിക്ചർ കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈസിങ് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. സോ അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫിക്സ്ഡ് പ്രൈസും ഒന്ന് കസ്റ്റമർ ഡിസൈഡഡ് പ്രൈസും. അതിൽ ഫിക്സ്ഡ് പ്രൈസ് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഒറിജിനൽ എമൗണ്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഡിസ്കൗണ്ടഡ് പ്രൈസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഡിസ്കൗണ്ടൊക്കെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഓഫർ പ്രൈസ് സെറ്റ് ചെയ്യുക. സോ ഞാനിവിടെ 10 റുപ്പീസൊക്കെയാണ് ഓഫർ പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 90% ഓഫിലാണ് ഞാൻ സെല് ചെയ്യാൻ പോകുന്നത്. എല്ലാം സെറ്റ് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് പേജിലോട്ട് നമ്മളെ കൊണ്ടുപോകും. സോ ഇതാണ് ലാസ്റ്റ് പേജ്. ഇവിടെയാണ് നമ്മൾ തീം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ആൻഡ് വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. പ്രൈവസി പോളിസി, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റീഫണ്ട് പോളിസി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആഡ് ആക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് മാനുവലി ആഡ് ആക്കാവുന്നേ ഉള്ളൂ. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പബ്ലിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിജിറ്റൽ സ്റ്റോർ സെറ്റാവും. നിങ്ങളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറിൽ നിന്ന് കോപ്പി ചെയ്ത് അത് കമൻറ്റ് ഓട്ടോമേഷനിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് നിങ്ങൾ പറഞ്ഞ കീവേഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ അവരുടെ DM ബോക്സിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പർച്ചേസ് ലിങ്ക് പോകും. അവരിത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസ് പർച്ചേസ് ചെയ്യും. ഇതിലൂടെ നിങ്ങൾക്ക് നല്ല ഏർണിങ്സും ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഇതിൻ്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ ആ ഒരു ഓട്ടോമേഷൻ കൊടുത്ത റീല്. ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ GPS എന്ന് കമൻറ്റ് ഇടാണ്. ഓക്കെ, 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് ഞാൻ സെറ്റ് ചെയ്ത ഓട്ടോമേഷൻ DM മെസ്സേജ് ആയിട്ട് വരും. യെസ്, ഓക്കെ, വന്നിട്ടുണ്ട്. ഞാനിവിടെ GPS എന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു പേജിലോട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ജോയിൻ നൗ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ ഓഡിയൻസിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ബിസിനസ് മോഡലിൻ്റെ പേരാണ് ദ ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ്. എൻ്റെ 100ഓളം സ്റ്റുഡൻസ് ഇന്ന് ഈ ഒരു ബിസിനസ് മോഡൽ റൺ ചെയ്ത് എൻ്റെ സപ്പോർട്ടോടുകൂടി മാസം നല്ലൊരു ഏർണിങ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള ഒരു സ്റ്റുഡൻറ്റ് ഈ ഒരു ബിസിനസ് മോഡൽ റൺ ചെയ്തുകൊണ്ട് ടോട്ടൽ 1 lakh rupees ഏൺ ചെയ്തിട്ടുണ്ട്. വേറൊരു സ്റ്റുഡൻറ്റ് 50K പ്ലസ് ഏൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് പുതിയതായിട്ട് ജോയിൻ ചെയ്ത വേറൊരു സ്റ്റുഡൻറ്റ് നിയർലി 20K ഏൺ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എ വർക്കിംഗ് മെത്തേഡ്
മെത്തേഡ് നിങ്ങൾ 2 മാസം ഈ ഒരു മെത്തേഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇവരെ പോലെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് മോഡൽ എൻ്റെ മെൻറ്റർഷിപ്പോടുകൂടി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും 499 രൂപക്ക് നിങ്ങൾക്ക് എൻ്റെ മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റത്തെ 5 പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഇൻക്രീസ് ആവും. സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടൻസ് മാത്രമേ ഈ ഒരു ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. സോ see you in the next video. Bye.